ഈ ഒരു ചാനലിലെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഒരു സെക്കൻഡറി ആയിട്ടല്ല, അതിനേക്കാൾ താഴെയായിട്ട് ചെറിയ ചെറിയ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷനൊക്കെ നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ്. അല്ല, അതൊരു പ്രൈമറി അക്കൗണ്ടായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് നമ്മളുടെ തൊട്ടടുത്ത് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൊമേഴ്ഷ്യൽ ബാങ്ക് തന്നെ ഉപയോഗിക്കുക. സ്ലൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അടുത്ത ബ്രാഞ്ചോ കാര്യങ്ങളൊന്നും ഇല്ല. അവർ കംപ്ലീറ്റ്ലി മെയിനായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് എന്ന രീതിയിലാണ്, ഡിജിറ്റൽ ബാങ്ക് എന്ന രീതിയിലാണ്. സ്ലൈസ് ആദ്യം ഒരു ഫിൻടെക് കമ്പനി ആയിരുന്നു, പിന്നീട് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇതൊരു സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് മാറിയത്. സ്ലൈസ് ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്, പക്ഷേ കൂടുതലും ബ്രാഞ്ചസ് ഉള്ളത് നോർത്ത് ഈസ്റ്റ് ഏരിയയിലാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അവരുടെ ബിസിനസ് മോഡൽ ഇപ്പോൾ നിലവിൽ ഡിജിറ്റൽ ബാങ്കിങ് എന്ന രീതിയിലാണ്. സോ സർവീസും കാര്യങ്ങളൊക്കെ ഡിജിറ്റലായിരിക്കും. ഈ ഒരു സ്ലൈസ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നൊന്നും അടിക്കേണ്ട, ജസ്റ്റ് നമുക്ക് ഫേസ് ഐ ഡി വെച്ചൊക്കെ സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ ഞാൻ സ്ലൈസിൻ്റെ ഒരു കാർഡ് കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലൈസിൽ സൂപ്പർ കാർഡ് എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. റുപ്പേ വേരിയൻറ്റ് കാർഡാണ്. അപ്പോൾ ആദ്യം ജോയിൻ ലിസ്റ്റിലായിരുന്നു. ഇപ്പോൾ നിലവിൽ എനിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു, ഞാൻ അപ്ലൈ ചെയ്തു, കാർഡ് കിട്ടി. ഇപ്പോൾ കാർഡ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ, അതുപോലെ തന്നെ ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും കൺഫ്യൂഷനാണ്, ഇത് എടുത്തതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ, ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ട്രാൻസ്പെറൻസി ഇല്ല. ഞാനിപ്പോൾ കാർഡ് അപ്ലൈ ചെയ്ത് കാർഡ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചാർജും അതുപോലെ തന്നെ അതിൻ്റെ റിവാർഡും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി. സോ അത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. ആദ്യം ഈ ഒരു സ്ലൈസ് സൂപ്പർ കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇതൊരു റുപ്പേ വേരിയൻ്റ് കാർഡാണ്. നമുക്ക് വിർച്വൽ കാർഡ് കിട്ടും, അതുപോലെ തന്നെ ഫിസിക്കൽ കാർഡും കിട്ടും. നമുക്ക് മർച്ചൻ്റ് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കാർഡ് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ടാപ്പ് ആൻഡ് പേ പേയ്മെൻറ്റും POS ട്രാൻസാക്ഷനൊക്കെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്, ജോയിനിങ് ഫീസ് വരുന്നില്ല, അതുപോലെ തന്നെ ആനുവൽ ഫീസ് വരുന്നില്ല. റിവാർഡ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 3% ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത്. ആ ഒരു വേർഡ് ശ്രദ്ധിക്കണം, അപ് ടു 3% ആണ്. പലരും തെറ്റിദ്ധരിച്ച് 3% ക്യാഷ് ബാക്ക് കിട്ടുമെന്ന് കരുതി ഈ ഒരു കാർഡ് എടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അപ് ടു 3% ആണ്. അതിന് കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ വീഡിയോയുടെ പിന്നാലെ പറയാം, വീഡിയോ മുഴുവനായും കാണുക. പിന്നെ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ടിൻ്റെ പേയ്മെൻ്റ് ആണ്, അതായത് 5000 രൂപയിൽ താഴെയുള്ള എമൗണ്ടിൻ്റെ പേയ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പിൻ നമ്പർ ഒന്നും അടിക്കേണ്ട, നമുക്ക് അല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഈ സ്ലൈസിൻ്റെ തന്നെ അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെൻ്റ് പേയ്മെൻറ്റോ അങ്ങനെ ഒന്നും വേണ്ട, ഡയറക്റ്റായിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാം. ചാർജ് എടുക്കും. ചാർജ് എന്ന് പറയുന്നത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% പ്ലസ് GST, മിനിമം 25 രൂപ പ്ലസ് GST ഈടാക്കും. നമ്മളുടെ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അഡീഷണൽ ചാർജോ കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 2000 രൂപയ്ക്ക് മുകളിലുള്ള എലിജിബിൾ കാറ്റഗറി മർച്ചൻറ്റ് പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് 3 മാസത്തെ ഒരു സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് 3 മാസം ആ ഒരു എമൗണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ സ്ലൈസിൻ്റെ കുറച്ച് ബ്രാൻഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെ ബ്രാൻഡ് ഓഫേഴ്സ് ഒന്നും എവിടെയും കാണാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി ഒരു സ്ലൈസ് സൂപ്പർ കാർഡ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് സ്ലൈസിൻ്റെ സൂപ്പർ കാർഡിൻ്റെ ഒരു വെൽക്കം കിറ്റ് എന്ന് പറയുന്നത്. സ്ലൈസിൻ്റെ ഒരു തീം കളർ ഉണ്ടല്ലോ, ആ തീം കളറിലുള്ള ഒരു കവർ, അതിനകത്ത് സ്ലൈസ് എന്ന് മിനിമലായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. കൂടുതലായിട്ട് ഒന്നുമില്ല, എല്ലാം മിനിമലാണ്. ബോക്സിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു കവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് കവർ വരും. ബ്ലാക്ക് കവറിലും മിനിമലായിട്ട് അവരുടെ ഒരു പേര് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈസ് എന്ന് പറഞ്ഞൊരു അവരുടെ നെയിം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ അനാവശ്യമായിട്ടുള്ള പേപ്പർ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിങ്ങനെ തുറക്കുമ്പോൾ ഒരു കോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇവിടെയാണ് കാർഡ് വരുന്നത്. കാർഡും ആ ഒരു കളർ തന്നെയാണ്, അവരുടെ സ്ലൈസിൻ്റെ ഒരു കളർ തീം ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് കാർഡും വരുന്നത്. കാർഡ് നമുക്ക് നോക്കാം. പിന്നെ അതിന് താഴെയായിട്ട് ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു QR കോഡാണ്. ഇത് സ്കാൻ ചെയ്യുമ്പോൾ നമ്മളുടെ സ്ലൈസ് ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് അതിൽ പിന്നെ സെറ്റ് ചെയ്ത് നമുക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ QR കോഡ് ഇല്ലെങ്കിൽ ആപ്പ് വഴി തന്നെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം, അങ്ങനെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ലൈസിൻ്റെ കാർഡ്. ഈ ഒരു കാർഡും വളരെ മിനിമലാണ്. അവരുടെ ഒരു കളർ തീം, പിന്നെ ഇവിടെ ചിപ്പ്, ഇവിടെ നമ്മളുടെ പേര് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ടാണ് CVV, എക്സ്പയറി ഡേറ്റ്, അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സ്ലൈസ് ക്രെഡിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ക്രെഡിറ്റ് കാർഡാണ്, അതുകൊണ്ട് സ്ലൈസ് ക്രെഡിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. റുപ്പേ സെലക്ട് വേരിയൻ്റ് ആണ്, ടാപ്പ് ആൻഡ് പേ സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യും, കാരണം ഡിസ്കവർ അതുപോലെ തന്നെ ഡൈനേഴ്സ് ക്ലബ് ഇൻ്റർനാഷണൽ എന്നീ ടെർമിനലുകളിൽ നമുക്ക് ഈ ഒരു റുപ്പേ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ അതിന് താഴെയായിട്ട് കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം പറഞ്ഞ രീതിയിൽ പ്രത്യേകിച്ച് ജോയിനിങ് ഫീസോ ആനുവൽ ഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ ഒരു പ്ലാസ്റ്റിക് വേരിയൻ്റ് കാർഡാണ്. നോർമൽ ക്വാളിറ്റി, പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടൊന്നുമില്ല. പിന്നെ കളർ എന്തായാലും സ്ക്രാച്ച് വീഴും, അതിൽ സംശയമൊന്നുമില്ല. ഗ്ലോസി ആയിട്ടുള്ളൊരു ഫിനിഷാണ്, അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് എന്തായാലും വീഴും, ഡെയിലി യൂസിൽ എന്തായാലും വീഴും. പിന്നെ നമുക്ക് കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല.
POS ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാനായിട്ട് മാത്രം ഇത് മതി. ഇല്ലെങ്കിൽ നമുക്ക് കാർഡ് നമ്പറൊക്കെ കിട്ടാനായിട്ട് നമുക്ക് അതിനകത്ത്, അതായത് സ്ലൈസ് ആപ്പിൽ കാർഡ് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ വിർച്വലി കിട്ടും. പിന്നെ റുപ്പേ വേരിയൻറ്റ് കാർഡ് ആയതുകൊണ്ട് മർച്ചൻറ്റ് QR കോഡ് ചെയ്യാനായിട്ട് ആപ്പ് മാത്രം മതി. സോ ഇതാണ് സ്ലൈസ് സൂപ്പർ കാർഡിൻ്റെ വെൽക്കം കിറ്റ്. ഇനി ഒരു സ്ലൈസ് സൂപ്പർ കാർഡിൻ്റെ ഫൈനാൻസ് ചാർജുകൾ നോക്കാം. ജോയിനിങ് ഫീസ് വരുന്നില്ല, ആനുവൽ ഫീസ് വരുന്നില്ല. കാർഡ് റീപ്ലേസ്മെൻറ്റ് ചാർജ് വരുന്നത് അപ് ടു 300 രൂപ പ്ലസ് GST ആണ്. പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ ഫീസ്, അതായത് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ആയി വിഡ്രോ ചെയ്യാം. അത് വരുന്നത് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2.5% ഇല്ലെങ്കിൽ 25 രൂപ പ്ലസ് GST, ഏതാണോ ഹയർ ആ ഒരു എമൗണ്ട് ഈടാക്കും. പിന്നെ വരുന്ന മറ്റൊരു സർവീസ് ചാർജ് എന്ന് പറയുന്നത് റെൻറ്റ് പേയ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ്, ഓൺലൈൻ ഗെയിമിംഗ്, അതുപോലെ തന്നെ വാലറ്റ് ലോഡിംഗ് ചാർജാണ്. അതിനായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എമൗണ്ടിൻ്റെ 1% ഇല്ലെങ്കിൽ 10 രൂപ പ്ലസ് GST ചാർജ് ഈടാക്കും. പിന്നെ ഫ്യൂവൽ സർചാർജ്, അതുപോലെ തന്നെ റെയിൽവേ ടിക്കറ്റ് സർചാർജ് വരുന്നത് 2% അത് നമ്മളുടെ ഒരു ബില്ലിംഗ് സൈക്കിളിൽ 25,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്താലാണ് ഈ ഒരു 2% ചാർജ് ഈടാക്കുക. പിന്നെ യൂട്ടിലിറ്റി പേയ്മെൻറ്റ് ചാർജ് വരുന്നത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ ടോട്ടൽ 25,000 രൂപയ്ക്ക് മുകളിൽ യൂട്ടിലിറ്റി കാറ്റഗറി ബിൽ പേയ്മെൻറ്റിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1% പ്ലസ് GST ചാർജ് ഈടാക്കും. പിന്നെ ഫൈനാൻസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത് 42%, മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.5% പ്ലസ് GST ആണ്. പിന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നോക്കിക്കഴിഞ്ഞാൽ അപ് ടു 100 രൂപ വരെ ചാർജ് ഇല്ല. 100 രൂപയ്ക്ക് മുകളിൽ 500 രൂപ വരെ 100 രൂപ പ്ലസ് GSTയും, 500 രൂപയ്ക്ക് മുകളിൽ 1000 രൂപ വരെ 500 രൂപ പ്ലസ് GSTയും, 1000 രൂപയ്ക്ക് മുകളിൽ 5000 രൂപ വരെ 600 രൂപ പ്ലസ് GSTയും, 5000 രൂപയ്ക്ക് മുകളിൽ 10,000 രൂപ വരെ 750 രൂപ പ്ലസ് GSTയും, 10,000 രൂപയ്ക്ക് മുകളിൽ 25,000 രൂപ വരെ 900 രൂപ പ്ലസ് GSTയും, 25,000 രൂപയ്ക്ക് മുകളിൽ 50,000 രൂപ വരെ 1,100 രൂപ പ്ലസ് GSTയും, ഇനി 50,000 രൂപയ്ക്ക് മുകളിലാണ് റീപേ ചെയ്യാനുള്ളതെങ്കിൽ 1,300 രൂപ പ്ലസ് GSTയും ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് ഈടാക്കും. ഇനി ഒരു സ്ലൈസ് ആപ്പിലൂടെ ഈ ഒരു കാർഡിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ റിവാർഡ് സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് സ്ലൈസിൻ്റെ ആപ്പ്. സ്ലൈസിൻ്റെ ഒരു കളർ തീം, ഇതിൻ്റെ ഒരു ഡാർക്ക് കളറിലാണ് അവരുടെ ഒരു കാർഡും അതുപോലെ തന്നെ വെൽക്കം കിറ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഇതാണ് ഹോം പേജ്. ഹോം പേജിൽ നമുക്ക് ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതിപ്പോൾ P2P ആണെങ്കിലും P2M ആണെങ്കിലും ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മാനേജ്മെൻറ്റ് വരുന്നത്. ഇവിടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതിലേക്ക് വരാം. പിന്നെ ജസ്റ്റ് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ വരും. നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ നടത്തിയ പേയ്മെൻറ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഇവിടെ അറിയാം. പിന്നെ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഓപ്ഷൻസിലേക്കും പോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എക്സ്പ്ലോർ എന്ന് പറയുന്നൊരു സെക്ഷനിലേക്ക് വരും. അവിടെ നമ്മളുടെ ഓരോ മാസത്തെയും സ്പെൻഡ്, അതുപോലെ തന്നെ നമുക്ക് വിവിധ ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ അപ് ടു 50 രൂപ ക്യാഷ് ബാക്ക് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. പലതരം ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പ് വഴി ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഓട്ടോ പേയ്മെൻറ്റ് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ ഇൻവൈറ്റ് എന്ന് പറഞ്ഞൊരു റെഫറൽ പ്രോഗ്രാം ഉണ്ട്. പിന്നെ ജസ്റ്റ് വീണ്ടും സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ സ്ലൈസ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ അതിൻ്റെ ബാലൻസ്, പിന്നെ എന്തെങ്കിലും FD ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മാനേജ്മെൻറ്റ്, പിന്നെ അതിന് താഴെയായിട്ട് ഇവിടെ മോനീസ് എന്ന് പറയുന്നൊരു സെക്ഷൻ ആണ്. ഇതാണ് നമുക്ക് സ്ലൈസ് സൂപ്പർ കാർഡിൽ കിട്ടുന്ന റിവാർഡ്. ഇപ്പോൾ നിലവിൽ എനിക്ക് 835 എണ്ണം ഉണ്ട്, ഈക്വലൻ ടു 8 രൂപ 35 പൈസ. റിവാർഡ് റേറ്റ് ഇപ്പോൾ നിലവിൽ 1% എനിക്ക് വരുന്നത്. റിവാർഡ് റേറ്റിൻ്റെ കാര്യം ഞാൻ പറയാം. റിവാർഡ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ് ടു 3% കാണും. പക്ഷേ അത് നമ്മളുടെ സ്പെൻഡ് അനുസരിച്ചിരിക്കും. കോമൺ ആയിട്ട് ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു റിവാർഡ് റേറ്റ് 1% നമ്മുടെ UPI പേയ്മെൻറ്റ് ആണെങ്കിലും POS ട്രാൻസാക്ഷൻ ആണെങ്കിലും ടാപ്പ് ആൻഡ് പേ ഒക്കെ ആണെങ്കിലും 1% ആദ്യം കിട്ടുന്നത്. അത് പിന്നീട് നമ്മൾ ഓരോ സ്പെൻഡ് അനുസരിച്ചും കൂടി വരും. അത് ഞാൻ പറയാം. അതിന് മുന്നേ ഇത് റിഡീം ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിഡീം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ എത്ര രൂപയാണ് റിഡീം ചെയ്യണമെങ്കിൽ നമുക്ക് റിഡീം ചെയ്യാം. ഇപ്പോൾ 835 എന്ന് പറയുന്നത് 8 രൂപ 35 പൈസക്ക് ഇക്വലൻ്റ് ആണ്. ജസ്റ്റ് റിഡീം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് ക്യാഷ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും. റിവാർഡ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 1.5% ആണ്. അത് അൺലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3 ലക്ഷം മോണീസ് വേണം. 3 ലക്ഷം മോണീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താലേ നമുക്ക് 3 ലക്ഷം മോണീസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലെത്തിയാൽ നമുക്ക് 1.5% റിവാർഡ് റേറ്റിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ആവുകയുള്ളൂ. 3 ലക്ഷത്തിൽ താഴത്തേക്ക് ആ ഒരു മോണീസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിവാർഡ് റേറ്റ് അതിന് തൊട്ട് മുമ്പത്തെ 1%ത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു റിവാർഡ് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാക്സിമം റിവാർഡ് നേടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ഒരു പോയിന്റാണ് 2% റിവാർഡ്. അതിനായിട്ട് 5 ലക്ഷം മോണീസ് വേണം. അതായത് 5 ലക്ഷം രൂപ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താലേ നമുക്ക് 5% മോണീസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ 5 ലക്ഷം മോണീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് 2% ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. 2% ക്യാഷ് ബാക്കിലേക്ക് അൺലോക്ക് ആകും. 5 ലക്ഷത്തിൽ താഴത്തേക്ക് എപ്പോഴാണോ മോണീസ് പോകുന്നത് അപ്പോഴത്തേക്കും അത് വീണ്ടും പഴയ ലെവലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെ അവർ പരസ്യത്തിൽ പറയുന്ന ഒരു 3% ക്യാഷ് ബാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ വരുന്നത് പ്രീവിയസ് ലെവൽ, അതായത് ഈ ഒരു 2% ക്യാഷ് ബാക്ക് കിട്ടുന്ന ലെവലിലേക്ക് നമ്മൾ എത്തണം. അതായത് 5 lakh മോണീസ് നമ്മുടെ കയ്യിലുണ്ടാകണം. അതായത് 5 lakh rupees നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യണം. പിന്നെ നമ്മളുടെ സ്ലൈസ് സേവിങ്സ് അക്കൗണ്ടിൽ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് 5 ലക്ഷം രൂപയും ഉണ്ടാവണം.
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര മോണീസ് ഉണ്ട്, എത്ര രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്നത്. അപ്പോൾ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് 5 ലക്ഷം രൂപയുണ്ട്. ഒരു 5 ലക്ഷം രൂപ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കുക. അല്ലാതെ നമുക്ക് കാർഡ് എടുത്ത ഉടനെ നമുക്ക് 3% ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. ഞാനിപ്പോൾ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസം വരും. കാരണം 3 ലക്ഷം മോണീസ് സ്പെൻഡ് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് കിട്ടുന്ന 1.5% റിവാർഡാണ്. പിന്നെ 5 ലക്ഷം മോണീസ് ആകുമ്പോൾ നമുക്ക് 2% കിട്ടും. സോ 5 ലക്ഷം മോണീസ് കിട്ടാനായിട്ട് 5 ലക്ഷം രൂപ തന്നെ സ്പെൻഡ് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ വരില്ല. അതിൽ കുറവ് മതിയാകും. എങ്കിലും ഏകദേശം അത്രയും വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവർ പറയുന്ന ഒരു 3% റിവാർഡിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ. ഇനി നമുക്ക് സൂപ്പർ കാർഡിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് വരാം. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പിലായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ കാണാം. 21 സെപ്റ്റംബർ തൊട്ട് 20 ഒക്ടോബറിലാണ് അടുത്ത ബില്ല് വരുന്നത്. പിന്നെ എത്ര രൂപയാണ് ഡ്യൂ ഉള്ളത് അതിവിടെ കാണാം. ഇപ്പം നിലവിൽ ഞാൻ സ്പെൻഡ് ചെയ്തേക്ക് അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് 0 ഡ്യൂ ആണ്. എനിക്ക് 1,10,000 രൂപ അങ്ങനെ എന്തുവാണ് എനിക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റഡ് അനുവദിച്ച് കിട്ടിയത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ ഇൻഫർമേഷൻസ് വരും. അൺബിൽഡ് സ്പെൻഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒക്ടോബർ മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരാനായിട്ട് എത്ര ദിവസം ഉണ്ടെന്ന് നമുക്കിവിടെ കാണാം. ഇപ്പോൾ എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഓൾറെഡി അൺബിൽഡ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ പേ ഇയർലി ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം മുൻകൂട്ടി. പിന്നെ പേയ്മെൻറ്റ് മെത്തേഡിൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കാർഡിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വരും. വിർച്വലി നമ്മളുടെ കാർഡ് നമ്പർ, CVV, എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ സ്പെൻഡ് ലിമിറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, കാർഡ് ഫ്രീസ് ചെയ്യാം, അതുപോലെ തന്നെ പിൻ കാർഡും ചേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ എത്രയാണോ അതനുസരിച്ച് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, സ്ലൈസ് അക്കൗണ്ടിലേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാം. അതിന് ചാർജ് വരും. ഫ്ലാറ്റ് ഫീസ് വരുന്നത് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 2% പ്ലസ് GST. ഇപ്പോൾ 1,10,000 രൂപ വിഡ്രോ ചെയ്യുമ്പോൾ 2,979 രൂപയാണ് ചാർജ് വരുന്നത്. ബില്ല് ഒക്ടോബർ 21 വരും. നവംബർ 5 ഡ്യൂ ഡേറ്റ് വരുന്നത്. ആ ഒരു സമയത്ത് മൊത്തം 1,03,979 രൂപ റീപേ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് 3 പാർട്ടായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് റീപേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് 2,000 രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് നമുക്കത് കാണാം, സ്ലൈസ് ഇൻ 3. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ വരും. നമുക്ക് 1 മാസം കൊണ്ട് അത് റീപേ ചെയ്യാം, 2 മാസം കൊണ്ട് റീപേ ചെയ്യാം, 3 മാസം കൊണ്ട് റീപേ ചെയ്യാം. എല്ലാം നോ കോസ്റ്റ് EMI ആണ്. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ആപ്ലിക്കബിൾ ആണ്, പക്ഷേ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. ഇപ്പോൾ 2,000 രൂപയുടെ ആ ഒരു പേയ്മെൻറ്റ് 2 മാസം കൊണ്ടാണ് റീപേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 50 രൂപ ഇൻട്രസ്റ്റ്, 50 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. ടോട്ടൽ പേയബിൾ എമൗണ്ട് 2,000 രൂപയാണ്. 3 മാസം കൊണ്ടാണെങ്കിൽ 666 രൂപ വെച്ച് 3 മാസം പേ ചെയ്യണം. 67 രൂപ ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. ടോട്ടൽ പേയബിൾ എമൗണ്ട് 2,000 രൂപയാണ്. അങ്ങനെ നമുക്ക് എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും ഇപ്പോൾ കൂട്ടി കാണിക്കാം. 20,000 രൂപയാക്കി 20,000 രൂപ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 3 മാസം കൊണ്ടാണെങ്കിൽ 6,666 രൂപയാണ് വരുന്നത്. 671 രൂപ ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. ടോട്ടൽ പേയബിൾ എമൗണ്ട് 20,000 രൂപയായിട്ട് മാറും. ലോൺ ടൈപ്പ് നോ കോസ്റ്റ് EMI ആണ്. നമ്മളിടുന്ന എമൗണ്ട് ഇവിടെ കാണാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആക്ച്വലി 18% പക്ഷേ നമുക്കിവിടെ അത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. മന്ത്ലി EMI എമൗണ്ട് 6,666 രൂപയുടെ ഇൻക്ലൂഡിങ് 80% GST ഓൺ ഇൻട്രസ്റ്റ്. പിന്നെ പ്രോസസ്സിംഗ് ഫീസ് വരുന്നില്ല. പിന്നെ ഓരോ മാസവും വരുന്ന EMI ഡേറ്റ്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, EMI എമൗണ്ട്, അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇവിടെ കാണാം. സോ ഈ രീതിയിൽ 2,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് 3 മാസത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് റീപേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സ്ലൈസ് സൂപ്പർ കാർഡ് നൽകുന്നുണ്ട്. ഈ ഒരു സ്ലൈസിൻ്റെ സൂപ്പർ കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി